എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. മനുഷ്യ ശരീരം എന്നുള്ള നമ്മളെ ബയോളജി മൊഡ്യൂളിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 7ാം ക്ലാസ് സയൻസിലെ 4ാമത്തെ അധ്യായമായ അന്നപദത്തിലൂടെ എന്നുള്ള ചാപ്റ്ററാണ്. 7ാം ക്ലാസ്സിലെ സയൻസിലെ 2 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4ാം അധ്യായം 8ാം അധ്യായമാണ്. അതിൽ 4ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ, എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അന്നപദത്തിലൂടെ അധ്യായം 4. ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്നുള്ള കഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുന്നത്. ഏത്തപ്പഴത്തിൻ്റെ മണം പിടിച്ച് പാത്തുമ്മയുടെ ആട് മുമ്പിൽ ഹാജരായി. പഴം ഞാൻ തൊലി ഉരിച്ചു തിന്നു. എന്തോ തിന്നുന്നത് കണ്ട് ഉമ്മയുടെ അഭയാർത്ഥികളായ പൂച്ചകൾ വന്നു. ഉമ്മയുടെ മേൽനോട്ടത്തിൽ വിഹരിക്കുന്ന കോഴികളും വന്നു. ഞാൻ പഴത്തൊലി പാത്തുമ്മയുടെ ആടിന് കൊടുത്തു. ആട് പിന്നെയും പ്രതീക്ഷിച്ചങ്ങനെ നിൽക്കുകയാണ്. ജസ്റ്റ് വായിക്കാനാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്നുള്ള കഥയിലെ ഒരു ഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. പഴത്തൊലി പൂച്ചക്കും കോഴികൾക്കും കൊടുക്കാതെ ആടിന് കൊടുക്കാൻ എന്താണ് കാരണം? എന്തെല്ലാമാണ് ആടിൻ്റെ ആഹാരം? അതുപോലെ ചുറ്റുപാടുമുള്ള മറ്റു ജീവികളും ആഹാരം കഴിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിരിക്കുക. എന്നിട്ട് നമ്മളോട് ചിത്രം നിരീക്ഷിക്കാൻ പറഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ സിംഹം എന്താണ്? മാംസഭോജിയാണ്. അതൊരു മാനിനെ കഴിക്കുന്നതുണ്ട്. പൂമ്പാറ്റ പൂമ്പൊടി കഴിക്കുന്നു. അതുപോലെ അണ്ണാൻ എന്ത് ചെയ്യുന്നു? പഴം കഴിക്കുന്നു. പശു പുല്ല് തിന്നുന്നു. പുഴുവാണെങ്കിൽ ഇല ഭക്ഷിക്കുന്നു. മീനുകളാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? കടലിൻ്റെ അടിയിലുള്ള പായലുകളും പൂപ്പലുകളും ഭക്ഷിക്കുന്നു. ഇനി അത് ഒരു കോളമാക്കി വരക്കാനാണ്. ഇത് കുട്ടികൾക്കുള്ള വർക്കാണ്. ഇനി പോഷണം അഥവാ ന്യൂട്രീഷൻ. എന്താണ് പോഷണം എന്ന് പറഞ്ഞാൽ, ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പോഷണം എന്ന് പറയുന്നത്. പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണം എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പോഷണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ന്യൂട്രീഷൻ എന്ന് പറയും. എല്ലാ ജീവികൾക്കും എന്താണ്? ആഹാരം ആവശ്യമാണ്. ആഹാരം സമ്പാദിക്കുന്ന രീതിയും എപ്പോഴും എന്താണ്? ഓരോ ജീവിയിലും വ്യത്യസ്തമാണ്. ഇനി ഇവിടെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെയാണ് ഹരിത സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. ജലവും ലവണവും മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ഹരിതകം ഉണ്ടാക്കിയിട്ട് ഹരിതകം എന്ത് ചെയ്യും? എല്ലാ ഇലകളിലും എത്തിക്കുന്നു. ഇതാണ് ഒരു ഹരിത സസ്യങ്ങളിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണം. അതിൻ്റെ ഫോട്ടോ സഹിതം തന്നിട്ടുണ്ട്. ഹരിത സസ്യങ്ങൾ ആഹാരത്തിന് മറ്റു ജീവികളെ ആശ്രയിക്കുന്നില്ല. ഇവ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇവയെ സ്വപോഷികൾ എന്ന് പറയും. സ്വപോഷികൾ അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് എന്ന് പറയും. ഹരിത സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? അവ ഒരിക്കലും ഭക്ഷണത്തിന് വേണ്ടി മറ്റു ജീവികളെ ആശ്രയിക്കാറില്ല അല്ലെങ്കിൽ ആശ്രയിക്കുന്നില്ല. അവ എന്തു ചെയ്യും? സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ സൂര്യപ്രകാശം സ്വീകരിച്ചുകൊണ്ട് സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ഹരിത സസ്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയെയാണ് നമ്മൾ സ്വപോഷികൾ എന്ന് പറയുന്നത്. സ്വപോഷികൾക്ക് ഉദാഹരണമാണ് ഹരിത സസ്യങ്ങൾ. സ്വപോഷികൾ അല്ലെങ്കിൽ ഓട്ടോട്രോപ്സിന് ഉദാഹരണമാണ് ഹരിത സസ്യങ്ങൾ. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയാണ് സ്വപോഷികൾ. അവ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കാറില്ല, മറ്റു ജീവികളെ ആശ്രയിക്കാറില്ല. ഇനി പരപോഷികളുണ്ട്. പരപോഷികൾ അല്ലെങ്കിൽ ഹീറ്ററോട്രോപ്സ്. പരപോഷികൾ അല്ലെങ്കിൽ ഹീറ്ററോട്രോപ്സ് അതെന്താണെന്ന് നോക്കാം. ഓട്ടോട്രോപ്സിൻ്റെ അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പരപോഷികൾ അല്ലെങ്കിൽ ഹീറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നു. അതിനാൽ അവ പരപോഷികൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ പരപോഷികളുടെ പ്രത്യേകത എന്താണ്? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അവർ ആഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യും?
മറ്റു ജീവികളെ ആശ്രയിക്കും. ഇങ്ങനെയുള്ളവയാണ് നമ്മൾ പരപോഷികൾ അല്ലെങ്കിൽ ഹീറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവയാണ് പരപോഷികൾ അല്ലെങ്കിൽ ഹീറ്ററോട്രോപ്സ്. പരാത സസ്യങ്ങൾ, ശവോപജീവികൾ എന്നിവയെക്കുറിച്ചൊക്കെ നമുക്ക് മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫോട്ടോസ് തന്നിട്ടുണ്ട്. ആ ഫോട്ടോ നോക്കിയിട്ട് നമുക്ക് ഇവിടെ പൂർണ്ണപരാതം, അർദ്ധപരാതം, ശവോപജീവി എന്നിങ്ങനെ 3 കോളം തന്നിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയെന്ന് എഴുതാനാണ്. അത് നമുക്ക് ഫോട്ടോയിൽ നോക്കാം. ഫോട്ടോയിൽ കാണുന്നത് എന്താണ്? ചന്ദനമരം. ചന്ദനമരത്തിൻ്റെ പ്രത്യേകത എന്താണ്? വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്നാണ് ചന്ദനമരം ജലവും ലവണങ്ങളും കണ്ടെത്തുന്നത്. അപ്പോൾ ചന്ദനമരം വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ എങ്ങനെയാണ് ജലവും ലവണവും കണ്ടെത്തുന്നത്? മറ്റ് ചെടികളുടെ വേരിൽ നിന്നാണ്. ഇനി അടുത്തൊരു മോണോട്രോപ്പുകൾ എങ്ങനെയാണ്? ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് മോണോട്രോപ്പുകൾ ആഹാരം കണ്ടെത്തുന്നത്. മോണോട്രോപ്പുകൾ എവിടെ നിന്നാണ് ആഹാരം കണ്ടെത്തുന്നത്? ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് മോണോട്രോപ്പുകൾ ആഹാരം കണ്ടെത്തുന്നത്. ഇത്തിൽ ചെടിയാണെങ്കിലോ നമുക്കറിയാം, ജലത്തിനും ലവണത്തിനും വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെയാണ് ആശ്രയിക്കുന്നത്. ഇത്തിൽ കണ്ണിയാകുമ്പോൾ ജലത്തിനും ലവണത്തിനും വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇനി മൂടില്ലാത്ത ആളിയോ? ആഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കും. അപ്പോൾ മൂടില്ലാത്ത ആളിയാണെങ്കിലും ഇത്തിൽ കണ്ണിയാണെങ്കിലും അത് ജലത്തിനും ലവണത്തിനും വേണ്ടി സ്ഥിതി ചെയ്യുന്ന സസ്യത്തെയാണ് ആശ്രയിക്കുന്നത്. ഇനി നമുക്കിത് ഈ കോളം ഒന്ന് പൂരിപ്പിക്കാം. ഇപ്പം 4 നമ്മൾ പറഞ്ഞു, 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ചന്ദനമരം, മൂടില്ലാത്ത ആളി, ഇത്തിൽ കണി, അതേപോലെ മോണോട്രോപ്പ്. ഇങ്ങനെ 4 കാറ്റഗറി സസ്യങ്ങൾ, ചെടികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കിത് കോളം തന്നിരിക്കുകയാണ്. അത് പൂർണ്ണപരാതത്തിന്, ഇതിൽ പൂർണ്ണപരാതത്തിന് ഉദാഹരണം ഏതാണ്? മൂടില്ലാത്ത ആളിയും ഇത്തിൽ കണ്ണിയുമാണ് എന്ത്? പൂർണ്ണപരാതത്തിന് ഉദാഹരണം. കാരണം അവ ജലത്തിനും ലവണത്തിനും വേണ്ടി അത് വസിക്കുന്ന സസ്യത്തെയാണ് ആശ്രയിക്കുന്നത്. ആ വസിക്കുന്ന സസ്യത്തിൻ്റെ നീര്, ജലവും ലവണവും ഊറ്റിയും കൊണ്ടാണ് എന്ത്? ഇത്തിൽ കണ്ണിയാണെങ്കിലും മൂടില്ലാത്ത ആളിയാണെങ്കിലും വളരുന്നത്. അപ്പോൾ അത് ആ മരത്തിന് ദോഷം ചെയ്യും. അതാണെന്ത്? പൂർണ്ണപരാതം. അർദ്ധപരാതത്തിന് ഉദാഹരണമാണ് നമ്മളെ ചന്ദനമരം. ചന്ദനമരം എന്താണ്? അത് വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മാത്രമാണ് എന്ത്? മറ്റു ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നത്. അത് പിന്നെ വളർന്നു കഴിഞ്ഞാൽ സ്വന്തമായി തന്നെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ ഒരു അർദ്ധപരാതത്തിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ ചന്ദനമരമാണ്. ഇനി ശവോപജീവിക്ക് ഉദാഹരണം നമുക്കറിയാം, ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് മോണോട്രാപ്പ്. മോണോട്രാപ്പ് എന്താണ്? ശവോപജീവിക്ക് ഉദാഹരണമാണ് മോണോട്രാപ്പുകൾ. അപ്പോൾ പൂർണ്ണപരാതം, അർദ്ധപരാതം, ശവോപജീവി. ടോട്ടൽ പാരസൈറ്റ്, പാർഷ്യൽ പാരസൈറ്റ്, സാപ്രോട്രോഫ്. 3 പേരുകളും പഠിക്കുക, ഉദാഹരണങ്ങളും പഠിക്കുക. ഇനി നമ്മുടെ കൂണ് ഉൾപ്പെടെയുള്ള പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ട ജീവികൾ ആഹാരം സ്വീകരിക്കുന്നത് എവിടെ നിന്നാണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ്? ഇവ എന്താ ചെയ്യും? അപ്പോൾ അങ്ങനെ കൂണ് ഉൾപ്പെടെയുള്ളവയ്ക്ക് എന്താണ്? ശവോപജീവിക്ക് ഉദാഹരണമാണ് എന്ത്? കൂണുകളും. ഇനി നമ്മൾ സസ്യങ്ങളിലെ പരാതങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ജന്തുക്കളിലും പരാതങ്ങളുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ 3 ഫോട്ടോസ് ഉണ്ട്. പേന്, വിര, ചെള്ള്. പേന്, വിര, ചെള്ള്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ആന്തരിക പരാതം, ബാഹ്യപരാതം എന്നിങ്ങനെ തരംതിരിക്കാം. ബാഹ്യപരാതം അഥവാ പുറത്ത് കാണുന്ന പരാതങ്ങൾക്ക് ഉദാഹരണമാണ് പേനും ചെള്ളും. എന്നാൽ വിര നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ആന്തരിക പരാതത്തിന് ഉദാഹരണമാണ് എന്ത്? വിര എന്ന് പറയുന്നത്. പേന്, ചെള്ള് എന്നിവ ബാഹ്യ പരാതങ്ങളാണ്. നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. പേന്, ചെള്ള് എന്നിവ എന്താണ്? ബാഹ്യ പരാതങ്ങളാണ്. എന്നാൽ വിര എന്താണ്? ആന്തര പരാതമാണ്. വിര നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പ്രവർത്തനം. എന്നാൽ പേന്, ചെള്ളൊക്കെ ശരീരത്തിൻ്റെ പുറത്താണ്. അതാണ് ആന്തരം, ബാഹ്യം എന്നുള്ളത്. ഇനി സസ്യലോകത്തെ ഇരപിടിയന്മാരെ കുറിച്ച് നോക്കാം.
വീനസ് ഫ്ലൈട്രാപ്പ്, സൺഡ്യൂ ചെടി, പിച്ചർ ചെടി എന്നിവയൊക്കെ എന്താണ് ഇരപിടിയന്മാരായ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇരപിടിയന്മാരായ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത്? വീനസ് ഫ്ലൈട്രാപ്പ്, അതുപോലെ സൺഡ്യൂ ചെടി, പിച്ചർ ചെടി, വീനസ് ഫ്ലൈട്രാപ്പ് എന്നിവയൊക്കെ എന്താണ് ഇരപിടിയന്മാരായ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചതാണ്. എന്തൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചാണ് അവ നിർമ്മിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയതാണ്. ഇരപിടിയൻ സസ്യങ്ങൾ അഥവാ ഇൻസെക്റ്റീവേഴ്സ് പ്ലാന്റ്സ് എന്നാണെന്ത് ഇവ അറിയപ്പെടുന്നത്. പ്രാണികളെ പിടിക്കുന്നത് കൊണ്ടാണെന്ത് ഈ ഇരപിടിയൻ സസ്യങ്ങൾക്ക് ആ പേര് വരാൻ കാരണം. ഈ സസ്യങ്ങളിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇവ എന്തിനാണ് പ്രാണികളെ പിടിക്കുന്നത്? ഇവയ്ക്ക് ചില മൂലകങ്ങളുടെ കുറവുണ്ടാവും. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവ പ്രാണികളെ പിടിച്ചുകൊണ്ട് ആ മൂലകം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവ പ്രാണികളെ പിടിക്കുന്നത്. അത് ഏതാ മൂലകം എന്നുള്ളത് നമുക്കിനി വിശദമായിട്ട് നോക്കാം. കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽഷ്യം, ഇരുമ്പ് തുടങ്ങിയവ സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ്. അപ്പോൾ സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങൾക്ക് ഉദാഹരണമാണ് കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽഷ്യം, ഇരുമ്പ് എന്നിവയൊക്കെ എന്താണ് കൂടിയ അളവിൽ സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങളാണ്. മണ്ണിലെ ബാക്ടീരിയകളായ അസറ്റോബാക്ടറും നൈട്രോബാക്ടറും അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുമെന്ന് നമ്മൾ മുൻ വീഡിയോയിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പയറിൻ്റെയും അതുപോലെ എന്താണ് തൊട്ടാവാടിയുടെയൊക്കെ വേരിൽ കാണുന്ന ആ മുഴകൾ അതാണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. തൊട്ടാവാടിയുടെയൊക്കെ തണ്ടിൽ അതേപോലെ പയറിൻ്റെയൊക്കെ തണ്ടിൽ വേരിൽ ഉരുണ്ടിരിക്കുന്നത് ഈ നൈട്രേറ്റാണ്. അസറ്റോബാക്ടർ, നൈട്രോബാക്ടറൊക്കെ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റി സംഭരിച്ചിരിക്കുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇനി ചിലതരം മണ്ണിൽ ആസിഡിൻ്റെ അംശം കൂടുന്നത് കൊണ്ടും അതുപോലെ ആസിഡിൻ്റെ അംശം കൂടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ ബാക്ടീരിയകൾ നമ്മൾ പറഞ്ഞ അസറ്റോബാക്ടറും നൈട്രോബാക്ടറും ബാക്ടീരിയകൾ ഇല്ലാതെയും വരാം. അങ്ങനെ ഇല്ലാതെ ചില മണ്ണുകളുണ്ട്. അതിൻ്റെ കാരണം ഒന്നല്ലെങ്കിൽ ആസിഡിൻ്റെ അംശം കൂടിയതാകാം, അല്ലെങ്കിൽ മറ്റു കാരണമാവാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള മണ്ണിൽ വളരുന്ന ചെടികൾക്ക് നൈട്രജൻ ലഭിക്കില്ല. ഈ സ്ഥിതി മറികടക്കുന്നതിനാണ് ചില ചെടികൾ എന്ത് ചെയ്യുന്നത്? പ്രാണികളെ പിടിക്കുന്ന കഴിവ് ആർജിച്ചെടുക്കുന്നത്. പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ച് ഇവ ആവശ്യമായ നൈട്രജൻ സ്വീകരിക്കുന്നു. അപ്പോൾ എന്തിൻ്റെ അപര്യാപ്തത മൂലമാണ് ഈ ഒരു സസ്യങ്ങൾ ഇരപിടിയൻ സസ്യങ്ങളായി മാറുന്നത് എന്ന് ചോദിച്ചാൽ മണ്ണിൽ നിന്ന് ഇവർക്ക് നൈട്രജൻ ലഭിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ആസിഡിൻ്റെ അംശം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കാരണം കൊണ്ടോ അസറ്റോബാക്ടറും നൈട്രോബാക്ടർ തുടങ്ങിയ ബാക്ടീരിയകളൊന്നും മണ്ണിലുണ്ടാവുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് ഇവർക്ക് നൈട്രജൻ ലഭിക്കില്ല. അപ്പോൾ ഈ നൈട്രജൻ ലഭിക്കുന്നതിന് വേണ്ടി ആണ് ഇവരെന്ത് ചെയ്യുന്നത്? പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിച്ചെടുക്കുന്നത്. അങ്ങനെ പ്രാണികളെ പിടിച്ചുകൊണ്ട് അവയുടെ ശരീരം വിഘടിപ്പിച്ചുകൊണ്ടാണ് ഇവ നൈട്രജന് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇരപിടിയൻ സസ്യന്മാർ ഉണ്ടാകാനുള്ള കാരണം എന്തിൻ്റെ അഭാവമാണെന്ന് മണ്ണിലെ എന്തിൻ്റെ അഭാവമാണെന്ന് ചോദിച്ചാൽ നൈട്രജൻ്റെ അഭാവമാണ്. ഇനി നമുക്ക് മനുഷ്യനെക്കുറിച്ച് മനുഷ്യനിൽ എന്നുള്ള ടോപ്പിക്കിലേക്ക് കടക്കാം. മനുഷ്യനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ നമ്മൾ ഇരപിടിയൻ സസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ കാരണം നൈട്രജൻ്റെ അപര്യാപ്തതയാണെന്ന് പറഞ്ഞു. നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ് എന്ന് നമുക്ക് വളരെ ബേസിക് കാര്യമാണ്. ഇനി നമ്മുടെ ദഹനം നടക്കുന്നത് എവിടെ വെച്ചാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. വായിൽ വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത്. അപ്പോൾ ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വായിൽ വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത്. വായിൽ വെച്ചാണ്. ഇതിന് ഉമിനീരിൽ അടങ്ങിയ ദഹനരസം സഹായിക്കുന്നു. നമ്മൾ പറഞ്ഞു ദഹനത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. അതിന് ഉമിനീരിൽ അടങ്ങിയ ദഹനരസമാണ് ഈ ദഹനത്തെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദഹനത്തിൻ്റെ ദഹനത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ
ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ വായിലാണ്. അതിന് സഹായിക്കുന്നത് ഉമിനീരിൽ അടങ്ങിയ ദഹനരസമാണ്. ഇനി നമുക്ക് പല്ലുകളെ കുറിച്ച് നോക്കാം. മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗമാണ് പല്ല്. നമുക്കറിയാം, ഏറെ നാൾ മണ്ണിൽ കിടന്നാലും കേടുവരാത്ത പല്ല് വായ്ക്കകത്തായിരിക്കുമ്പോൾ എളുപ്പത്തിൽ കേടുവരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മണ്ണിൽ കിടന്നാൽ പോലും ഒരു കേടും വരാത്ത പല്ല് എങ്ങനെയാണ് വായിൻ്റെ ഉള്ളിൽ വെച്ച് കേടുവരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം ഇങ്ങനെ പല്ല് കേടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൂത്ത് ഡിക്കേ അല്ലെങ്കിൽ ദന്തക്ഷയം എന്ന് പറയുന്നത്. പല്ലിന് വരുന്ന കേടിനെയാണ് നമ്മൾ ദന്തക്ഷയം അല്ലെങ്കിൽ ടൂത്ത് ഡിക്കേ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് എന്ത്? ഇനാമിൽ. ഇനാമിലാണ് പല്ലിന് കട്ടി നൽകുന്നത്. പല്ലിൻ്റെ ഏറ്റവും ഉപരിതലത്തിലുള്ള പാളിയാണ് നമ്മൾ ഇനാമൽ എന്ന് പറയുന്നത്. ആ ഇനാമലാണ് പല്ലിന് കട്ടി നൽകുന്നത്. ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണെന്ത്? ഇനാമൽ. പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് ഇനാമൽ. രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കാം. ഈ ഇനാമലിനെ നമുക്ക് നശിപ്പിക്കൽ എളുപ്പമല്ല. പക്ഷേ എന്താണ് നമ്മളെ ഇനാമൽ കേടുവരുന്നതാണ് ദന്തക്ഷയം. അതെങ്ങനെയാണ് കേടുവരുന്നത്? പല്ലിൻ്റെ ഇടയിൽ ആഹാരാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ബാക്ടീരിയകളിൽ നിന്ന് അതിൽ നിന്ന് പോഷണം നടത്തും. അപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചിട്ട് അത് പല്ലിൻ്റെ ഇടയിൽ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ പോഷണം നടത്തും. ഇങ്ങനെ പോഷണം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കും. ഇങ്ങനെ ആഹാരാവശിഷ്ടങ്ങൾക്കിടയിൽ ബാക്ടീരിയകളിൽ പോഷണം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡാണ് എന്ത്? ലാക്റ്റിക് ആസിഡ്. ഈ ആസിഡാണ് എന്ത്? പല്ലിൻ്റെ ഇനാമലിന് അല്ലെങ്കിൽ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്നത്. അപ്പോൾ പല്ലിൻ്റെ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആഹാരാവശിഷ്ടങ്ങൾ പല്ലിൻ്റെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ പോഷണം നടത്തും. അങ്ങനെയാണ് ആ പോഷണം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് എന്ത്? ലാക്റ്റിക് ആസിഡ്. ഈ ലാക്റ്റിക് ആസിഡാണ് പല്ലിൻ്റെ ഇനാമൽ കേടുവരുത്താൻ കാരണമായ ഒരു ആസിഡ്. ഇനി മധുരമുള്ള വസ്തുക്കളാണെങ്കിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. ഇനി നമ്മൾ നല്ല മധുരമുള്ള വസ്തുക്കൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ലാക്റ്റിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടും. കാരണം ബാക്ടീരിയകൾ ഒന്നും കൂടി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. അവരുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനം ഒന്നും കൂടി സ്പീഡിലാക്കും. അപ്പോൾ ഇനാമലിൻ്റെ അല്ലെങ്കിൽ ദന്തക്ഷയത്തിന് കാരണം എന്താണ്? പല്ലിൻ്റെ ഇനാമലിൻ്റെ നാശമാണ്. ഈ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ് എന്താണ്? ലാക്റ്റിക് ആസിഡാണ്. ഈ ലാക്റ്റിക് ആസിഡ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലിൻ്റെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ അതിൽ ബാക്ടീരിയകളിൽ പോഷണം നടത്തി അതിൻ്റെ ഫലമായിട്ടാണ് എന്ത്? ലാക്റ്റിക് ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ലാക്റ്റിക് ആസിഡുകളാണ് പല്ലിൻ്റെ ഇനാമലിന് കേടുവരുത്തുന്നത്. ഇനി മധുരമുള്ള പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഈ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്ന ബാക്ടീരിയകളുടെ പോഷണ പ്രവർത്തനം ഒന്നും കൂടി ത്വരിതപ്പെടും അല്ലെങ്കിൽ സ്പീഡിലാവും. അപ്പോൾ ഇങ്ങനെയാണ് ദന്തക്ഷയം ഉണ്ടാകുന്നത്. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഹാരത്തിന് ശേഷം നന്നായിട്ട് ബ്രഷ് ചെയ്യുക. പല്ല് നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക. രാവിലെയും രാത്രിയും നമ്മൾ നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്തിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പല്ലിനെ സംരക്ഷിക്കാൻ കഴിയുക. ഇനി മനുഷ്യ ശരീരത്തിലെ പല്ലിനെ കുറിച്ച് പഠിക്കാം. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ എത്ര പല്ലുകളാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ 32 പല്ലുകളാണ്. പ്രായപൂർത്തിയായ മനുഷ്യനിൽ ഉണ്ടാകുന്ന പല്ലിൻ്റെ എണ്ണം 32 പല്ലുകളാണ്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന പല്ലിൻ്റെ എണ്ണം. ഇനി പാൽ പല്ലുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് ഒരു മനുഷ്യന് ആദ്യമായിട്ട് പല്ല് വരുന്നത്. ഏകദേശം ഒരു 6 മാസം പ്രായമാകുമ്പോൾ, മിനിമം 6 മാസമാണ്. 6 മാസം കഴിഞ്ഞാൽ പിന്നെ 7-ഓ 8-ലോ എപ്പോഴും വരാം. അപ്പോൾ ഏകദേശം 6 മാസം കഴിയുമ്പോഴാണ് മനുഷ്യന് ആദ്യത്തെ പല്ലുകൾ വരുന്നത്. ഈ പല്ലുകളെയാണ് നമ്മൾ പാൽ പല്ലുകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ പാൽ പല്ലുകൾ എന്ന് പറഞ്ഞാൽ മുകളിലെ വരിയിൽ 5ഉം താഴെ വരിയിൽ 5ഉം ആയിക്കൊണ്ട് മുകളിലെ വരിയിൽ 5ഉം താഴെ വരിയിൽ 5ആയിട്ട് മൊത്തം
10 പല്ലുകളാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ചെറിയ കുട്ടികൾ ജനിച്ച് 6 മാസമാകുമ്പോൾ ആദ്യം വരുന്ന പല്ലുകളെയാണ് നമ്മൾ പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. എത്ര എണ്ണമാണ്? മുകളിൽ 5ഉം താഴെ 5ഉം അടക്കം മൊത്തം 10 പാൽപ്പല്ലുകളാണ് മനുഷ്യനിൽ ഉള്ളത്. ഇനി പല്ല് പറഞ്ഞു പോകുന്നത് ഏകദേശം 6 വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ ഓരോന്നായി കൊഴിയാൻ തുടങ്ങും. ഏകദേശം 6 വയസ്സാകുമ്പോൾ കുട്ടി വളർന്ന് 6 വയസ്സാകുമ്പോൾ ഈ ആദ്യം വന്ന ഈ ഒരു 10 പാൽപ്പല്ലുകളിൽ ഈ പല്ലുകൾ ഓരോന്ന് കൊഴിഞ്ഞു പോകും. ഈ കൊഴിഞ്ഞതിന് ശേഷം വരുന്ന പുതിയ പല്ലുകളെയാണ് നമ്മൾ സ്ഥിരദന്തങ്ങളെന്ന് പറയുന്നത്. ആദ്യം 6-ാം മാസത്തിൽ നമുക്ക് പല്ല് വന്നു തുടങ്ങും. അങ്ങനെ ആദ്യം വരുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ. അത് ഏകദേശം മുകളിലും താഴെയും 5 വീതം മൊത്തം 10 പാൽപ്പല്ലുകളാണ് മനുഷ്യന് ഉള്ളത്. ഏകദേശം 6 വയസ്സ് മുതൽ ഈ പാൽപ്പല്ലുകൾ പറഞ്ഞ് പുതിയ പല്ലുകൾ വന്നു തുടങ്ങും. ഇങ്ങനെ പുതിയതായി വരുന്ന പല്ലുകളെയാണ് നമ്മൾ സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. സ്ഥിരദന്തങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവ വന്നു കഴിഞ്ഞാൽ പിന്നെ അവ പൊട്ടിയാലോ നശിച്ചു പോയാലോ പുതിയ പല്ലുകൾ വരില്ല. അവ സ്ഥിരമാണ്. ഏറ്റവും അവസാനം ഉണ്ടാകുന്നത് അറ്റത്തുള്ള അണപ്പല്ലുകളാണ്. മനുഷ്യൻ്റെ ഏറ്റവും അവസാനം മനുഷ്യനുണ്ടാകുന്ന പല്ലുകളാണ് അണപ്പല്ല്. ഏറ്റവും അറ്റത്തുള്ള അണപ്പല്ലുകളാണ് മനുഷ്യന് അവസാനമായി ഉണ്ടാകുന്ന പല്ല്. ഏകദേശം ഒരു 18, 20, 21 വയസ്സിലൊക്കെയാണ് ആ അണപ്പല്ല് അവസാനത്തെ പല്ല് മനുഷ്യന് മുളക്കുന്നത്. അപ്പോൾ മനുഷ്യന് അവസാനത്തെ അണപ്പല്ല് ഉണ്ടാകുന്നത് നല്ല വേദന ഉണ്ടാവും. അനുഭവിച്ചവർക്കറിയാം. അവസാനം വരുന്ന അണപ്പല്ല് നല്ല വേദന ഉണ്ടാവും. അതാണ് അവസാനം വരുന്ന പല്ല്. മനുഷ്യന് അവസാനം വരുന്ന പല്ലാണ് അണപ്പല്ല്. ഏറ്റവും അറ്റത്തുള്ള അണപ്പല്ലാണ്. ഇനി ഇവിടെ പല്ലിൻ്റെ ഒരു ഷെയ്ഡ് തന്നിട്ടുണ്ട്. പല്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള കോട്ടിങ്ങാണ് എന്ത്? ഇനാമൽ. ഈ ഇനാമലിന് വരുന്ന നാശമാണ് എന്ത്? ദന്തക്ഷയം. ലാക്റ്റിക് ആസിഡാണ് അതിന് കാരണം എന്ന് പറഞ്ഞു. അതെങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞു. ഇനി മോണക്ക് മുകളിലുള്ള ഭാഗം, അതുപോലെ മോണക്ക് താഴെയുള്ള ഭാഗം, ഇങ്ങനെയാണ് പല്ലിൻ്റെ ഒരു ഷേപ്പ് കിടക്കുന്നത്. ഇനി നമുക്ക് പല്ലുകളെ കുറിച്ച് പഠിക്കാം. ഇവിടെ മാർക്ക് ചെയ്ത് ഈ പല്ലിൻ്റെ ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ഏറ്റവും അറ്റത്തുള്ള പല്ലുകൾ, മുകളിലും താഴെയുമായി ഏറ്റവും അറ്റത്തുള്ള പല്ലുകളാണെന്ത്? ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത്. ഉളിപ്പല്ലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന പല്ലുകളാണെന്ത്? കോമ്പല്ല് എന്ന് പറയുന്നത്. അതിനുശേഷം കോമ്പല്ലിന് ശേഷം വരുന്നതാണെന്ത്? അഗ്രചർവണകം. അഗ്രചർവണകത്തിന് ശേഷം വരുന്നതാണ് ചർവണകം. ഇത് ഏകദേശം 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ ദന്തനിരയാണ് ഈ ഒരു ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ പല്ലുകൾ നോക്കാം, എത്ര എണ്ണം വീതം ഉണ്ട് എന്ന് നോക്കാം. ഇത് പല്ലുകളും അതിൻ്റെ എണ്ണവും പ്രധാനപ്പെട്ടതാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ നിന്ന് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പല്ലിൻ്റെ സെക്ഷൻ. അപ്പോൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തേതാണെന്ത്? ഉളിപ്പല്ല്. മുൻവശത്ത് താഴെയും മുകളിലായും 8 പല്ലുകൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഉളിപ്പല്ലുകൾ ഏതാണ്? മുൻവശത്തും താഴ്വശത്തുമുള്ള ഏറ്റവും ഫ്രണ്ടിലെ അറ്റത്തുള്ള 4 പല്ലുകൾ. മൊത്തം ഉളിപ്പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8ആണ്. അപ്പോൾ നമ്മൾ എന്ത് സാധനം കിട്ടിയാലും കടിക്കുന്ന പല്ലുകളുണ്ടല്ലോ, ഏറ്റവും ഫ്രണ്ടിലുള്ള ഏറ്റവും ഫ്രണ്ടിലുള്ള പല്ലുകൾ ആ 4, താഴെയുള്ള 4, മുകളിലുള്ള 4, അങ്ങനെ 8 പല്ലുകളെയാണ് നമ്മൾ ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത്. ഏറ്റവും അറ്റത്തുള്ള നമ്മൾ ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്ത് സാധനമോ കിട്ടിയാലും നമ്മൾ കടിക്കുന്ന ആ ഫ്രണ്ട് പല്ല്, അതാണെന്ത്? ഉളിപ്പല്ല് എന്ന് പറയുന്നത്. ഉളിപ്പല്ലുകളുടെ എണ്ണം 8ആണ്. മുകളിൽ 8, 4, താഴെയും 4, അങ്ങനെ മൊത്തം 8 ഉളിപ്പല്ലുകളാണ് മനുഷ്യന് ഉള്ളത്. അടുത്തതാണെന്ത്? കോമ്പല്ല്, കാനൈൻ. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായുള്ള 4 പല്ലുകളെയാണ് നമ്മൾ കോമ്പല്ലുകൾ എന്ന് പറയുന്നത്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നതാണ് എന്ത്? കോമ്പല്ല് എന്ന് പറയുന്നത്. കോമ്പല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉളിപ്പല്ല് 4 കഴിഞ്ഞതിന് ശേഷം ഒരല്പം പൊങ്ങി നിൽക്കുന്ന കൂർത്ത പല്ലുകളുണ്ടല്ലോ, താഴെ 2, മുകളിൽ 2 ആയിട്ടുള്ള, അങ്ങനെ ആ ഒരു 4 പല്ലുകളെയാണ് നമ്മൾ കോമ്പല്ല് എന്ന് പറയുന്നത്. ഞാൻ സിമ്പിളായിട്ട് പറയാം. നമ്മൾ
പ്രേത സിനിമയൊക്കെ കാണുകയാണെങ്കിൽ യക്ഷിയുടെ പല്ലുണ്ടല്ലോ, യക്ഷിയുടെ കൂർത്ത് നിൽക്കുന്ന പല്ലുകൾ ഏതാണ്? ആ പല്ലാണ് കോമ്പല്ല് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് എന്താണ്? ആഹാര വസ്തുക്കളെ കടിച്ചു കീറാനാണ് എന്ത് കോമ്പല്ല് ഉപയോഗിക്കുന്നത്. ജീവികളിലാണെങ്കിൽ ഈ കോമ്പല്ല് ഒന്നും കൂടി കൂർത്ത കോമ്പല്ലായിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ സിംഹത്തിൻ്റെ കോമ്പല്ല് കണ്ടോ, താഴെയും മുകളിലുള്ള 4 നല്ല കൂർത്തിരിക്കുന്നു. ഇതാണ് കോമ്പല്ല്. യക്ഷിയുടെ പല്ല് അതാണ് എന്ത് കോമ്പല്ല്. ചർവണകം അല്ലെങ്കിൽ പ്രീമോളാർ. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി കാണുന്ന 8 പല്ലുകളാണെന്ത് ചർവണകം എന്ന് പറയുന്നത്. അപ്പോൾ ചർവണകം എത്രയാണ്? മൊത്തം 8 പല്ലുകളാണ്. മുകളിൽ 4, താഴെ 4. ഇതെന്തിനാണ് സഹായിക്കുന്നത്? ചവച്ചരക്കാൻ, ആഹാര വസ്തുക്കളെ ചവച്ചരക്കാൻ സഹായിക്കുന്നത് എന്താണ്? ചർവണകമാണ്. അപ്പോൾ ആഹാര വസ്തുക്കളെ കടിച്ചു പൊട്ടിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ഉളിപ്പല്ലുകളാണ്. ആഹാര വസ്തുക്കളെ ചവച്ചരക്കാൻ സഹായിക്കുന്നത് ചർവണകമാണ്. ആഹാര വസ്തുക്കളെ കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലാണ്. ഉപയോഗം ഓർത്തിരിക്കുക എത്ര എണ്ണം. അപ്പോൾ ഉളിപ്പല്ല് 8 എണ്ണം, കോമ്പല്ല് 4 എണ്ണം, ചർവണകം 8 എണ്ണം. അപ്പോൾ എത്ര പല്ലായി? 8, 4, 12, 12ഉം 8ഉം 20 പല്ലായി. ഇനിയുള്ളത് എന്താണ്? 12 പല്ലാണ്. മുകളിൽ 6 താഴെ 6 ആയിട്ട് മുകളിൽ 6 താഴെ 6 ആയിട്ട് അങ്ങനെ 2 സൈഡിലും മൊത്തം 12 പല്ലുകളാണുള്ളത്. അതാണ് എന്ത് ചർവണകം. ചർവണങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി നിൽക്കുന്ന 12 പല്ലുകളെയാണ് നമ്മൾ ചർവണകം അല്ലെങ്കിൽ മോളാർ എന്ന് പറയുന്നത്. ചർവണകവും ചർവണകത്തിൻ്റെ അതേ ഉപയോഗം തന്നെയാണ്, ചവച്ചരക്കാൻ സഹായിക്കുന്നത്. ആഹാര വസ്തുക്കൾ ചവച്ചരക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകവും. ചർവണകം മൊത്തം 12ഉം ചർവണകം 8ഉം ആണ് ഉള്ളത്. അതുപോലെ ഉളിപ്പല്ല് 8 എണ്ണം, കോമ്പല്ല് 4 എണ്ണം. ഇങ്ങനെ മൊത്തം 36 സ്ഥിരദന്തങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. മനുഷ്യൻ്റെ പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 32 പല്ലുകളാണ്. 8ഉം 4ഉം 12, 12ഉം 8ഉം 20, 20ഉം 12ഉം 32. നമ്മൾ തമാശയിൽ ഡയലോഗ് പറയും, അടിച്ചിട്ട് നിൻ്റെ 32 പല്ലും ഞാൻ കൊഴിക്കും എന്ന് പറയും. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ദന്തങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചാലും 32 ആണ്. പാൽപ്പല്ലുകളുടെ എണ്ണം താഴെ 5 മുകളിൽ 5 ആയിട്ട് മൊത്തം 10 ആണ്. ആദ്യം വരുന്ന പല്ലാണ് പാൽപ്പല്ല്. 6ാം മാസത്തിൽ വരുന്ന പല്ലുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചർവണകം, ചർവണകം, അതേപോലെ ഉളിപ്പല്ല്, കോമ്പല്ല്, അതിൻ്റെ ഉപയോഗം ഇവ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളെ പൊതുവെ അണപ്പല്ലുകൾ എന്ന് പറയും. അപ്പോൾ അണപ്പല്ലുകൾ എന്ന് പറയുന്നത് എന്താണ്? ചർവണകവും ചർവണകത്തെയും ചേർത്ത് കണ്ടാണ് നമ്മൾ അണപ്പല്ല് എന്ന് പറയുന്നത്. പ്രായപൂർത്തിയായവരിൽ ആകെ 32 പല്ലുകൾ കാണപ്പെടുന്നു. നമ്മൾ പറഞ്ഞ ആ ഫാക്റ്റാണ്. അപ്പോൾ അണപ്പല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചർവണകവുമാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അണപ്പല്ലുകളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ നമ്മളെ ഉത്തരം എപ്പോഴും എന്തായിരിക്കും? ചർവണകം 12ഉം ചർവണകം 8ഉം. അപ്പോൾ 20 ആയിരിക്കും. 8ഉം 12ഉം 20. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അണപ്പല്ലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം എഴുതണം? 20 എണ്ണമാണ്. എന്നാൽ ചർവണകം എത്രയാണെന്ന് ചോദിച്ചാൽ 8ഉം ചർവണകം എത്രയാണെന്ന് ചോദിച്ചാൽ 12ഉം. എന്നാൽ രണ്ടിനെയും കൂടി അണപ്പല്ലുകൾ എന്ന് പറയാം. അപ്പോൾ അണപ്പല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ 20. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ പ്രായപൂർത്തിയായവരിൽ ആകെ പല്ലുകളുടെ എണ്ണം 32 ആണ്. അണപ്പല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ 20 ആണ്. അത് നമ്മൾ തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ ചർവണകം 8ഉം ചർവണകം 12ഉമാണ്. കോമ്പല്ല് എത്രയാണ്? കോമ്പല്ല് 4 ആണ്. ഉളിപ്പല്ല് 8 ആണ്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ പാകത്തിലുള്ള കോമ്പല്ലുകൾ ഉണ്ട്. എന്നാൽ ആഹാരികളിൽ കടിച്ചു മുറിക്കാനും ചവച്ചരക്കാനും സഹായകരമായ പല്ലുകളാണ് ഉള്ളത്. അപ്പോൾ ഓരോ ജീവിക്കും അവയുടെ
ഭക്ഷണം തേടുന്ന രീതിക്കനുസരിച്ച് എന്താണ് അതിൻ്റെ പല്ലുകളിലും വ്യത്യാസമുണ്ട്. ആഹാരികളാണെങ്കിൽ അവയുടെ കോമ്പല്ലുകൾ എപ്പോഴും എന്തായിരിക്കും കടിച്ചു കീറാൻ പാകത്തിലുള്ള നല്ല കൂർത്ത കോമ്പല്ലുകളായിരിക്കും. എന്നാൽ സസ്യാഹാരികളിലാണെങ്കിലോ കടിച്ചു മുറിക്കാനും ചവച്ചരക്കാനും സഹായിക്കുന്ന തരത്തിലുള്ള പല്ലുകളായിരിക്കും സസ്യാഹാരികളിൽ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ആമാശയത്തെക്കുറിച്ച് നോക്കാം. ആമാശയം ദഹന വ്യവസ്ഥയെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ത്? ആമാശയം. നമ്മൾ പറഞ്ഞു ദഹനം ആരംഭിക്കുന്നത് വായിൽ നിന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന് സഹായിക്കുന്നത് ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നികളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അടുത്തതാണെന്ത്? ദഹന സംബന്ധമായ അടുത്ത ഭാഗമാണ് ആമാശയം. വായിൽ നിന്ന് ആഹാരം അന്നനാളം വഴിയാണ് എവിടെ എത്തുന്നത്? ആമാശയത്തിൽ എത്തുന്നത്. ഇതിന് സഹായിക്കുന്നത് അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ്. ഇതിനെ പെരിസ്റ്റാൾസിസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ അന്നനാളം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ചെറിയൊരു വൈബ്രേഷനുള്ള, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇങ്ങനെ ആടുന്ന രീതിയിൽ ചെറിയൊരു വൈബ്രേഷനിലൂടെയാണ് അതിൽ പ്രവർത്തനം നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെറിയൊരു വൈബ്രേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി പോകും. അപ്പോൾ വായിൽ നിന്ന് ആഹാരം അന്നനാളം വഴിയാണ് എവിടെ എത്തുന്നത്? ആമാശയത്തിലെത്തുന്നത്. ഇതിന് സഹായിക്കുന്നത് എന്താണ്? അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിസ്റ്റാൾസിസ്. അപ്പോൾ അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തെ പറയുന്ന പേരെന്താണ്? പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ചെയ്ത് വെക്കുക. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ആമാശഭിത്തിയുടെ ചലനം മൂലം ആമാശയത്തിൽ വെച്ച് ആഹാരം കുഴമ്പ് പരുവത്തിലാവുന്നു. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ആഹാരത്തെ രാസീയമായും ദഹിപ്പിക്കുന്നു. അപ്പോൾ ആമാശയത്തിലും എന്തുണ്ട്? ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഉമിനീരിൽ പറഞ്ഞ പോലെ തന്നെ ആമാശയത്തിലും ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പെരിസ്റ്റാൾസിസ് വഴി ആമാശയ ഭിത്തിയുടെ ചലനം, പെരിസ്റ്റാൾസിസ് വഴി താഴെ എത്തുന്ന ഭക്ഷണം എന്ത് ചെയ്യും? ആമാശയ ഭിത്തിയുടെ ചലനം മൂലം ആമാശയത്തിൽ വെച്ച് ആഹാരം എന്ത് ചെയ്യും? ഒരു കുഴമ്പ് രൂപത്തിലാവും. കുഴമ്പിൻ്റെ ഒരു കുഴമ്പ് പോലെയുള്ള പരുവത്തിലാകും. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ എന്ത് ചെയ്യും? അരാസീയമായിട്ടും ആഹാരത്തെ ദഹിപ്പിക്കും. അങ്ങനെ ആമാശയത്തിൽ നിന്ന് പിന്നീട് പോകുന്നത് ചെറുകുടലിലേക്കാണ്. ചെറുകുടലിന് ഏകദേശം 6 മീറ്ററോളം നീളമുണ്ട്. ഇപ്പോൾ മനുഷ്യ ശരീരത്തിലെ ചെറുകുടലിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 6 മീറ്ററാണ്. ഇവിടെ വെച്ച് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാവുന്നു. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണെന്ന് പറഞ്ഞു. ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടൽ കഴിഞ്ഞാൽ അടുത്തതാണെന്ത്? വൻകുടൽ, ലാർജ് ഇൻഡസ്റ്റൈൻ. ചെറുകുടലിനെ തുടർന്ന് 1.5 മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയ കുടലിനെയാണ് നമ്മൾ വൻകുടൽ എന്ന് പറയുന്നത്. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് എവിടെ വെച്ചാണ്? വൻകുടലിൽ വെച്ചാണ്. അതിനുശേഷം അവശേഷിക്കുന്ന ജലം ഇത് മലാശയത്തിൽ സംഭരിച്ച് മലദ്വാരം വഴി പുറത്ത് കളയും. അപ്പോൾ ചെറുകുടലിൻ്റെ തുടർന്നുകാണ്ട് ഏകദേശം 1.5 മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയ കുടലാണെന്ത്? വൻകുടൽ എന്ന് പറയുന്നത്. അപ്പോൾ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് എവിടെ വെച്ചാണ്? വൻകുടലിൽ വെച്ചാണ്. അതിനുശേഷം എന്താണ്? അവശേഷിക്കുന്നതാണെന്ത്? മലം. ഇത് മലാശയത്തിൽ സംഭരിച്ച് മലദ്വാരം വഴി പുറത്ത് കളയും. അങ്ങനെ മലം എന്ത് ചെയ്യും? മലദ്വാരത്തിൽ സംഭരിച്ച് ആമാശയം വഴി അത് മലാശയത്തിൽ സംഭരിച്ചുകൊണ്ട് മലദ്വാരം വഴി പുറത്തേക്ക് വിടും. ഇതാണെന്ത്? നമ്മുടെ വിസർജനം ആയി വരുന്നത്. ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണെന്ത്? നമ്മൾ ആദ്യം പറഞ്ഞ വായ, അതിനുശേഷം ആമാശയം, ചെറുകുടൽ, വൻകുടൽ. അങ്ങനെ വൻകുടലാണെന്ത്? വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് വിടാൻ സഹായിക്കുന്നത് വൻകുടലാണ്.
ഇനി ദഹന വ്യവസ്ഥയും മദ്യപാനവും. മദ്യപാനത്തിൻ്റെ പ്രശ്നം എന്താണ്? മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണമുണ്ടാക്കും. ഇതെന്ത് ചെയ്യും? അൾസറിന് കാരണമാകും. അമിതമായ മദ്യപാനം കരൾ വീക്കത്തിന് കാരണമാകും. വായ, അന്നനാളം, കരൾ, വൻകുടൽ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാവാൻ മദ്യം കാരണമാകും. അപ്പോൾ മദ്യം കൊണ്ടുള്ള ദോഷം എന്താണ്? മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണമുണ്ടാക്കും. അതെന്ത് ചെയ്യും? അൾസറിന് കാരണമാകും. പിന്നെ അമിതമായ മദ്യപാനം കരൾ വീക്കത്തിന് കാരണമാകും. വായ്, അന്നനാളം, കരൾ, വൻകുടൽ എന്നിവിടങ്ങളിൽ എന്ത് ചെയ്യും? ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത കാരണമാകും. ക്യാൻസർ ഉണ്ടാവാൻ മദ്യം കാരണമാകുന്നു. വായ്, അന്നനാളം, കരൾ, വൻകുടൽ എന്നിവിടങ്ങളിൽ എന്ത് ചെയ്യും? ക്യാൻസർ ഉണ്ടാവാൻ മദ്യം കാരണമാകുന്നു. ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അമീബയിലെ പോഷണം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. അമീബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകകോശ ജീവിയാണ്. അതുപോലെ എന്താണ്, നമുക്ക് ചുറ്റുമുള്ള സൂക്ഷ്മജീവികളിൽപ്പെട്ട ഒരു ജീവിയാണ് അമീബ. അതൊരു ഏകകോശ ജീവിയാണ്. അമീബയുടെ ആഹാര സ്വീകരണവും അതുപോലെ ദഹനം, ആഗിരണം, വിസരണം ഇതിനെക്കുറിച്ച് ഫോട്ടോ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കി മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങളാണ്. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടമാണ് എന്ത്? ആഹാര സ്വീകരണം എന്നുള്ളത്. ആദ്യത്തെ ഘട്ടം ആഹാര സ്വീകരണം അല്ലെങ്കിൽ ഇൻജൻഷൻ എന്നാണ്. കാരണം ആഹാരം സ്വീകരിച്ചു കഴിഞ്ഞാലേ നമുക്ക് മറ്റ് ഘട്ടങ്ങളിലേക്ക് പോകാനുള്ളൂ. അപ്പോൾ പ്രാഥമിക ഘട്ടം, ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആഹാര സ്വീകരണമാണ്. അപ്പോൾ പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ആഹാര സ്വീകരണമാണ്. പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടം ആഹാര സ്വീകരണമാണ്. അടുത്ത ഘട്ടം എന്താണ്? ആഹാരത്തിലടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് എന്ത്? ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ എന്ന് പറയുന്നത്. ആഹാരത്തിലടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിതമായ ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ എന്ന് പറയുന്നത്. പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടമാണ് ആഹാര സ്വീകരണം എന്ന് പറഞ്ഞു. ഇങ്ങനെ സ്വീകരിച്ച ആഹാരങ്ങളെ, അതിലടങ്ങിയിരിക്കുന്ന ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ചെറിയ ലളിതമായ ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടം എന്താണ്? ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണെന്ത്? ആഗിരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ദഹനത്തിലൂടെ ദഹിച്ച ആഹാരത്തെ ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. അപ്പോൾ ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ആഗിരണമാണ്. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണെന്ത്? സ്വാംശീകരണം എന്ന് പറയുന്നത്. സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണെന്ത്? വിസർജനം എന്ന് പറയുന്നത്. അപ്പോൾ പോഷണ പ്രക്രിയയിലെ അവസാന ഘട്ടമാണെന്ത്? വിസർജനം. എന്താണ് വിസർജനം? ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണെന്ത്? വിസർജനം അല്ലെങ്കിൽ എക്സേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതാണ്, എന്നാൽ ശരീരത്തിന് ആവശ്യമില്ലാത്തതുമാണ്. അത്തരം വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന ഈ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് വിസർജനം. അപ്പോൾ പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, അതുപോലെ വിസർജനം. ഇങ്ങനെ 5 ഘട്ടമാണ് പോഷണ പ്രക്രിയയിലുള്ളത്. ഒന്നുകൂടിയും പറയാം. ആദ്യത്തെ ഘട്ടം ആഹാര സ്വീകരണം, രണ്ടാമത്തേത് ദഹനം, മൂന്നാമത്തേത് ആഗിരണം, നാലാമത്തേത് സ്വാംശീകരണം, അഞ്ചാമത്തേതാണെങ്കിലോ വിസർജനം. അതിൽ പോഷണ പ്രക്രിയയിൽ ആദ്യത്തെ ഘട്ടമാണെന്ത്? ആഹാര സ്വീകരണം. ഇനി ആഹാരത്തിലടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ആഗിരണമാണ്. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാക്കുന്ന പ്രക്രിയ സ്വാംശീകരണമാണ്. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം.
അപ്പോൾ സ്വാംശീകരണം എന്ന ഘട്ടം, അതിനുശേഷം വിസർജനം എന്നുള്ള ഘട്ടം. ഇങ്ങനെ 5 ഘട്ടമാണ് പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ. അപ്പോൾ പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടം ഏതാണ്? ആഹാര സ്വീകരണം. അവസാന ഘട്ടം ഏതാണ്? വിസർജനം. അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എന്താണ് പറയുന്നത്? ഏതെല്ലാം ഘടകങ്ങളാണ് രക്തത്തിലെത്തുന്നത് എന്നാണ് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഓരോ ഭാഗത്തു നിന്നും ഓരോ ഘടകങ്ങൾ രക്തത്തിലേക്ക് എത്തുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലേക്ക് എന്താണ് എത്തുന്നത്? ഓക്സിജൻ എത്തും. കരളിൽ നിന്ന് എത്തുന്നത് എന്താണ്? യൂറിയയാണ്. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നു. ചെറുകുടലിൽ നിന്ന് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ശ്വാസകോശത്തിൽ നിന്നാണ് രക്തത്തിലേക്ക് ഓക്സിജൻ എത്തുന്നത്. കരളിൽ നിന്നെത്തുന്നത് യൂറിയയാണ്. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെത്തുന്നു. ചെറുകുടലിൽ നിന്ന് എന്ത് ചെയ്യും? പോഷക ഘടകങ്ങളും രക്തത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഓക്സിജൻ രക്തത്തിലേക്ക് എത്തുന്നത് എവിടെ നിന്നാണ്? ശ്വാസകോശത്തിൽ നിന്നാണ്. യൂറിയ രക്തത്തിലേക്ക് എത്തുന്നത് എവിടെ നിന്നാണ്? കരളിൽ നിന്നാണ്. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് എത്തുന്നത് എവിടെ നിന്നാണ് ചോദിച്ചാൽ കോശങ്ങളിൽ നിന്നാണ്. പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് എത്തുന്നത് എവിടെ നിന്നാണ്? ചെറുകുടലിൽ നിന്നാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഏതൊക്കെ സാധനങ്ങൾ, ഘടകങ്ങൾ ഏതൊക്കെ എവിടെ നിന്നൊക്കെ രക്തത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യും? അത് ആവശ്യമില്ലാത്ത സാധനമായതുകൊണ്ട് നമ്മൾ ശ്വസനത്തിലൂടെ പുറന്തള്ളും. അതുപോലെ രക്തത്തിലെത്തുന്ന യൂറിയ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഘടകമായതുകൊണ്ട് ഇതെന്ത് ചെയ്യും? മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ രക്തത്തിലേക്ക് എത്തുന്ന ഘടകങ്ങൾ, കോശങ്ങളിൽ നിന്നെത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ശ്വസനം വഴി പുറന്തള്ളുന്നു. അതുപോലെ കരളിൽ നിന്നെത്തുന്ന യൂറിയ രക്തത്തിൽ നിന്ന് നമ്മളെങ്ങനെ? മൂത്രം വിസർജനം വഴിയാണ് നമ്മൾ പുറന്തള്ളുന്നത്. അതിന് സഹായിക്കുന്നത് എന്താണ്? ശരീരത്തിലെ അരിപ്പയായ വൃക്കയാണ് ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത യൂറിയയൊക്കെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കുന്നത്. വൃക്കയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ശരീരത്തിൻ്റെ അരിപ്പകൾ എന്ന് പറഞ്ഞിട്ട് വൃക്കയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇനി വൃക്കയുടെ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. വൃക്കയ്ക്ക് 2 കോയിലുകളാണ്. ഒരു ഇന്നർ കോയിലും വൃക്കയിലേക്ക് വരുന്ന രക്തക്കോയിലും വൃക്കയിൽ നിന്ന് പോകുന്ന രക്തക്കോയിലും. ശുദ്ധീകരണം നടക്കുന്നത് വൃക്കയിൽ വെച്ചാണ്. അപ്പോൾ വൃക്കയിലേക്ക് വരുന്ന രക്തക്കോയിൽ എന്തൊക്കെയാണ്? രക്തവും കൂടിയ അളവിൽ യൂറിയ, ജലം, മറ്റു ഘടകങ്ങൾ എന്നിവയുണ്ടാവും. അപ്പോൾ വൃക്കയിലേക്ക് വരുന്ന രക്തക്കോയിലിൽ രക്തമുണ്ടാവും. അതേപോലെ കൂടിയ അളവിൽ യൂറിയ ഉണ്ടാകും, ജലമുണ്ടാകും, മറ്റു ഘടകങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അത് വൃക്കയിലെ പ്രോസസ്സിങ്ങിന് ശേഷം, വൃക്ക എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അരിപ്പയാണ്, അവിടെ ശുദ്ധീകരണത്തിന് ശേഷം വൃക്കയിൽ നിന്ന് പോകുന്ന രക്തക്കുഴൽ വഴി പോകുമ്പോൾ എന്തൊക്കെയായും? രക്തം ഉണ്ടാവും, പക്ഷേ കുറഞ്ഞ അളവിലായിരിക്കും ജലം. എന്നാൽ യൂറിയ, മറ്റു ഘടകങ്ങൾ എന്നിവയൊക്കെ എന്താണ്? അവയും കുറഞ്ഞ അളവിലായിരിക്കും. അപ്പോൾ അത്രയും ശുദ്ധീകരിച്ചിട്ടാണത് വിടുന്നത്. അപ്പോൾ വൃക്കയിൽ നിന്ന് പോകുന്ന രക്തക്കുഴലിൽ രക്തവും കുറഞ്ഞ അളവിൽ ജലം, യൂറിയ, മറ്റു ഘടകങ്ങൾ എന്നിവയും ഉണ്ടാവും. എന്നാൽ വൃക്കയിലേക്ക് വരുന്നതിലാണെങ്കിൽ രക്തം ഉണ്ടാവും, കൂടിയ അളവിൽ യൂറിയ, ജലം, മറ്റു ഘടകങ്ങൾ എന്നിവ ഉണ്ടാവും. വൃക്കയിൽ നിന്ന് പോകുന്ന രക്തക്കുഴലിൽ ഇതൊക്കെ കുറവും ആയിരിക്കും. ഇനി മൂത്രവാഹിനി കോയിൽ, അതായത് നമ്മൾ മൂത്രം ഒഴിക്കുന്നൊരു കോയിലുണ്ട്, അതിൽ ഉണ്ടാവുക യൂറിയ, ജലം, മറ്റു ഘടകങ്ങൾ എന്നിവ മൂത്രവാഹിനി കോയിലൂടെ പുറന്തള്ളുന്നു. അപ്പോൾ ഈ 2 കോയിലുകളിലൂടെ വൃക്കയിലേക്ക് വരുന്ന രക്തക്കോയിലുണ്ട്, അത് വൃക്കയിൽ നിന്ന് പോകുന്ന രക്തക്കോയിലുണ്ട്. പിന്നെ ഇതുകൂടാതെ മൂത്രവാഹിനി കോയിലും ഉണ്ട്. ഈ മൂത്രവാഹിനി കോയിലൂടെയാണ് നമ്മൾ മൂത്രം ഒഴിക്കുന്നത്. അപ്പോൾ മൂത്രത്തിലാണ് മൂത്രവാഹി കോയിലൂടെയാണ് യൂറിയയും ജലവും മറ്റു ഘടകങ്ങളൊക്കെ പുറന്തള്ളുന്നത്. അതുകൊണ്ടാണ് ശരീരത്തിലെ അരിപ്പ എന്ന് വൃക്കയെ പറയാൻ കാരണം. ഇവിടെ നമ്മൾ ചോദ്യം ചോദിച്ച് വൃക്കയിലേക്ക് വരുന്ന രക്തക്കുഴലിൻ്റെയും വൃക്കയിൽ നിന്ന് പോകുന്ന രക്തക്കുഴലിൻ്റെയും ഘടകങ്ങൾ പരിശോധിക്കാനാണ്. വൃക്കയുടെ ധർമ്മം എന്താണ് എന്ന്. വേനൽക്കാലത്ത് ത്വക്കിലൂടെ കൂടുതൽ ജലാംശം പുറത്തു പോകുന്നു. ആ സമയത്ത് മൂത്രത്തിൽ ജലാംശത്തിൻ്റെ അളവ് കുറയും. അതുപോലെ ലവണാംശം കൂടുതലും ആയിരിക്കും. അപ്പോൾ മൂത്രത്തിന് എന്തായിരിക്കും? അല്പം മഞ്ഞ നിറം ഉണ്ടാവും. വേനൽക്കാലത്ത് നമ്മുടെ മനുഷ്യമൂത്രത്തിന് മഞ്ഞ നിറം കാണാനുള്ള കാരണം എന്താണ്? വേനൽക്കാലത്ത് നമ്മുടെ മൂത്രത്തിന് മഞ്ഞ നിറം കൂടുതൽ കാണാനുള്ള കാരണം എന്താണ്? വേനൽക്കാലത്ത് നമുക്ക് ജലാംശം ത്വക്കിലൂടെ നഷ്ടപ്പെടും.
അല്ലെങ്കിൽ ത്വക്കിലൂടെ നമുക്ക് വിയർപ്പിലൂടെ നമ്മുടെ ജലാംശം പോകുമ്പോൾ നമുക്ക് മൂത്രത്തിൽ ജലാംശത്തിൻ്റെ അളവ് കുറവായിരിക്കും, ലവണാംശം കൂടുതലുമായിരിക്കും. ഇതുകൊണ്ടാണ് എന്ത് വേനൽക്കാലത്ത് മൂത്രത്തിന് മഞ്ഞ നിറം ഉണ്ടാവാനുള്ള കാരണം. വേനൽക്കാലത്ത് മൂത്രത്തിന് മഞ്ഞ നിറം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ജലാംശം കുറവും ലവണാംശം കൂടുതലും ആയതുകൊണ്ട്. ജലാംശം കുറയാനുള്ള കാരണം എന്താണ്? ജലാംശം നമുക്ക് ത്വക്കിലൂടെ പുറന്തള്ളപ്പെടും, വിയർപ്പിലൂടെ നമുക്ക് വേനൽക്കാലത്ത് പുറന്തള്ളപ്പെടും. ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ് വൃക്ക. വൃക്കയുടെ ധർമ്മം എന്താണ്? രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്നു. ഇതാണ് എന്ത്? വൃക്കയുടെ ധർമ്മം. വൃക്ക എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നൊക്കെ അറിയപ്പെടുന്നത് വൃക്കയാണ്. വൃക്ക ചെയ്യുന്നത് എന്താണ്? രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റിക്കൊണ്ട് മൂത്രരൂപത്തിലൂടെ പുറന്തള്ളുന്നതാണ് വൃക്ക ചെയ്യുന്ന ധർമ്മം. മൂത്രത്തിൽ 96% എന്താണ്? ജലമാണ്. മൂത്രത്തിൽ 96% ജലമാണ്. ഇനി എന്താണ്? നമ്മളെ വൃക്കയുടെ പ്രവർത്തനം സുഗമമാക്കാൻ മുതിർന്നവരാണെങ്കിൽ 3 ലിറ്ററും കുട്ടികളാണെങ്കിൽ 1.5 ലിറ്ററും വെള്ളം ദിവസവും കുടിച്ചിരിക്കണം എന്നുള്ള ഒരു അടിസ്ഥാന ആരോഗ്യ കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് മൂത്രത്തിൽ 96% ജലമാണ്. പിന്നെ വൃക്കയുടെ പ്രവർത്തനം എന്താണ് എന്നുള്ളത്, രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണം എന്നിവ അരിച്ചു മാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്നത് വൃക്കയാണ്. ഇനി വിസർജനം ത്വക്കിലൂടെ ഉണ്ടാവും. നമുക്കറിയാം വിയർപ്പിലൂടെ നമുക്ക് വിയർപ്പിലൂടെയും ഇതുപോലെ ജലാംശം പുറന്തള്ളുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആ സ്കിന്നിൻ്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. രോമം, വിയർപ്പ് ഗ്രന്ഥി അറ്റത്താണ് വരുന്നത്. ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് എന്ത്? വിയർപ്പും മാലിന്യങ്ങളും പുറത്തു വരുന്നത്. വിയർപ്പും മാലിന്യങ്ങളും ലവണങ്ങളൊക്കെ ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് പുറത്തു വരുന്നത്. അവ ത്വക്കിലിങ്ങനെ അടിഞ്ഞു കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ ത്വക്ക് വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് വിയർപ്പും മാലിന്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇവ എപ്പോഴും എന്താണ്? ത്വക്കിലിങ്ങനെ അടിഞ്ഞു കിടക്കും. അതുകൊണ്ട് ത്വക്ക് എപ്പോഴും നമ്മൾ ശുദ്ധമാക്കേണ്ടത് അല്ലെങ്കിൽ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി വിയർപ്പ് അഥവാ സ്വെറ്റ്, വിയർപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ത്വക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണെന്ത്? വിയർപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിയർപ്പ് ഉണ്ടാക്കുന്നത് ത്വക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിലെ താപനില ക്രമീകരിച്ച് നിർത്താനൊക്കെ വിയർക്കൽ സഹായിക്കും. നമ്മുടെ ശരീരത്തിലെ താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കും. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളൊക്കെ വിയർപ്പിലൂടെ പുറത്തു പോകും. അതേപോലെ അമിതമായ ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ നിർജ്ജലീകരണം എന്ന് പറയുന്നത്. നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ. അതാണെന്ത്? നിർജ്ജലീകരണം എന്ന് പറയുന്നത്. അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ നിർജ്ജലീകരണം എന്ന് പറയുന്നത്. നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ സഹായിക്കുന്നത് എന്താണ്? വിയർക്കലാണ്. അതുപോലെ ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളൊക്കെ വിയർപ്പിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇനി വിസർജനം സസ്യങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് എന്ത്? ഈ ഫോട്ടോയിൽ തന്നിട്ടുള്ള 2 തോല് പൊളിഞ്ഞു പോകുന്നതും അതുപോലെ പശ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ. മാലിന്യം തൊലിയിൽ സംഭരിച്ച് വെക്കുകയും അവ പിന്നീട് അടർന്നു പോവുകയും ചെയ്യും. ചില മരത്തിൻ്റെയൊക്കെ തൊലി അടർന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് ഇതുപോലെ മാലിന്യം പുറന്തള്ളാൻ അല്ലെങ്കിൽ സസ്യങ്ങൾ വിസർജനം നടത്തുന്ന രീതിയാണ് എന്ത്? തൊലിയിൽ മാലിന്യങ്ങൾ സംഭരിച്ച് വെച്ചുകൊണ്ട് പിന്നെ ആ തൊലി അടർന്നു പോകുന്നത്. അതുപോലെ വേറെ ഒരു രീതിയാണ് എന്ത്? കാണ്ഡത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന കറകളിലൂടെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത്. നമ്മൾ ചില മരത്തിൻ്റെയൊക്കെ അവിടെ ഉണ്ട് ഒരു പശ രൂപത്തിൽ കാണ്ഡത്തിൽ നിന്ന് ഇങ്ങനെ കറ പൊട്ടിയൊലിച്ച് പോകും. അങ്ങനെ ഈ പൊട്ടിയൊലിച്ച് പോകുന്ന കറകളിലൂടെയും സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മാലിന്യങ്ങൾ പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ സസ്യങ്ങൾ 2 രീതിയിലാണ്. കാണ്ഡത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന കറകളിലൂടെയും അതേപോലെ മാലിന്യം തൊലിയിൽ സംഭരിച്ച് വെച്ച്
അവ അടർന്നു പോവുകയും ചെയ്യും. ഇങ്ങനെ 2 രീതിയിലാണ് സസ്യങ്ങൾ വിസർജനം നടത്തുന്നത്, മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇവിടെ ജസ്റ്റ് ബേസിക്കാണ് ഒരു ആഹാരവും ശുചിത്വവും എന്നുള്ളത് നമുക്ക് വായിച്ചു പോയാൽ മതി, പോയിൻ്റുകളില്ല. ശരീരത്തിനകത്ത് നിന്ന് എത്തുന്ന ആഹാരം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും എങ്ങനെ പുറന്തള്ളപ്പെടുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ ഇതിൽ പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെ ആഹാരം കഴിക്കണം, ആരോഗ്യപരമായ ശീലമാക്കണം എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ഇനി ഇവിടെ പഠന പ്രവർത്തനത്തിലുള്ള 1-2 ചോദ്യങ്ങൾ നോക്കാം. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ആഹാരത്തിൻ്റെ രുചി അറിയാൻ, പല്ലിന് വ്യായാമം ലഭിക്കാൻ, ദഹനം സുഗമമാക്കാൻ, ആഹാരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കലരാൻ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ദഹനം സുഗമമാക്കാനാണ് ആഹാരം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം. അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് സ്ഥിരമായി നിൽക്കുന്നത് എങ്ങനെയാണ്? ജീവികൾ ശ്വസിക്കുന്നത് കൊണ്ട്, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് കൊണ്ട്, ശ്വസനം, പ്രകാശ സംശ്ലേഷണം എന്നീ 2 പ്രവർത്തനങ്ങളും നടക്കുന്നത് കൊണ്ട്, സസ്യങ്ങൾ കുറയുന്നത് കൊണ്ട്. അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് സ്ഥിരമായി നിൽക്കാൻ കാരണം എന്താണ്? ശ്വസനം അതുപോലെ പ്രകാശ സംശ്ലേഷണം എന്നീ 2 പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ്. മനുഷ്യൻ്റെ ശ്വസനവും പ്രകാശ സംശ്ലേഷണവും ഈ 2 പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് സ്ഥിരമായി നിലനിൽക്കുന്നത്. ആ ബാലൻസ് ചെയ്ത് അത് നിലനിൽക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് 7ാം ക്ലാസ്സിൽ തന്നെ 8ാമത്തെ ചാപ്റ്ററാണ് ഈ ഒരു മൊഡ്യൂളിൽ അടുത്തത് പഠിക്കാനുള്ളത്. അപ്പോൾ അത് അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.